ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണ നിശാന്ത്. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ വെള്ളൂർക്കാവ് പോകുന്ന ഒരു വീഡിയോ ആണ്. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ രാത്രി വെള്ളൂർക്കാവ് വന്നിട്ടുണ്ട്. കുറേ ജനങ്ങളെല്ലാം വെള്ളൂർക്കാവിലുണ്ട്. വയനാട്ടിലെ ഏറ്റവും വലിയ പൂരമാണ് വെള്ളൂർക്കാവ്. മാർച്ച് മാസത്തിലാണ് വെള്ളൂർക്കാവ് തുടങ്ങുന്നത്. ഇത് ഗോത്രവിഭാഗത്തിന്റെ കൂടിച്ചേരൽ കൂടി ആണ്. വെള്ളൂർക്കാവിന്റെ പ്രത്യേകത എന്നാ കുറേ ജനങ്ങളും കുറേ കടകളും ഉണ്ടാകും. നമ്മൾ ആദ്യത്തെ കൺമണിയും കൂട്ടിയാണ് ഈ കൊല്ലം വെള്ളൂർക്കാവ് ആഘോഷിക്കാനായി വന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് നമ്മൾ ആകാശത്തൊട്ടിലും എല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാഴ്ചകളെല്ലാം കാണിച്ചു. കുറച്ചു നേരം അവിടെ ഇരുന്നു. അവൾ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിക്കുകയാണ്. ഈ പ്രാവശ്യം കുട്ടിയുള്ളതുകൊണ്ട് ഒന്നിലും കയറാൻ പറ്റിയില്ല. എല്ലാം കാണാൻ മാത്രമേ പറ്റിയുള്ളൂ. ഭയങ്കര ആൾത്തിരക്കെല്ലാം ആണ്. കയറാൻ വേണ്ടി ക്യൂ ആണ് എല്ലായിടത്തും. ഓരോ സാധനത്തിനും 100 രൂപയാണ്, ചിലതിന് 50 ഒക്കെയാണ്. കുട്ടിയുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല. രാത്രി ഒരു വട്ടേ പോയിട്ടുള്ളൂ. വെള്ളൂർക്കാവ് ഉത്സവം എന്നാൽ മാർച്ച് 15 മുതൽ മാർച്ച് 28 വരെയാണ് ഉത്സവം. 28 ലാസ്റ്റ് ആണ്. അന്ന് താലപ്പൊലിയും ആനകളും കുറേ പരിപാടികൾ അന്നത്തെ ദിവസമുണ്ട്. 28 ലാസ്റ്റ് വെടിക്കെട്ട് ഉണ്ടാകും. ഒരു 3 മണി 4 മണി പുലർച്ചയ്ക്കാണ് അത് ഉണ്ടാവാറ്. അതിനു മുമ്പേ ഗാനമേള, ഡാൻസ്, കുറേ പരിപാടികളൊക്കെ ഉണ്ട്. വെള്ളിയൂർക്കാവ് ഉത്സവം എന്ന ഒരു ആരംഭമാണ്. ഈ പ്രാവശ്യം കുറേ വെറൈറ്റി ചക്രമെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഇക്കൊല്ലം ഒന്നിലും കയറാൻ പറ്റിയില്ല. രാത്രിയല്ല പകലാകട്ടെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ് വെള്ളൂർക്കാവ് ഉത്സവം. രാത്രിയാണ് ഗാനമേള, ഡാൻസ് എല്ലാം ഉണ്ടാവും. എക്സിബിഷൻ്റെ ഉള്ളിൽ ഡാൻസും പാട്ടും കുറേ പരിപാടികൾ ഉണ്ടാവും. ബലൂണുകളും കമ്മലുകളും കുറേ കടകളും എല്ലാം ഉണ്ട്. എല്ലാത്തിനും വില കുറവാണ്. നമ്മൾ അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ്. കുറേ ആൾക്കാരെ നമ്മൾ പരിചയമുള്ളവരെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു പാമ്പിനെ എടുത്തിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടത്. അയാളെ കൈ കൂടിയെല്ലാം നെരുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അതും കണ്ട് കുറേ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.